ഗ്രാഫ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അതിന് മാവ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 1 വർഷം പാകമായ മാവും തൈയാണിത്. അപ്പം നമ്മൾ ഇതിലേക്ക് നല്ല കായ്ഫലമുള്ള മൂവാണ്ടൻ്റെ നമ്മൾ കമ്പാണ് നമ്മൾ ഈ ഇതിലേക്ക് റൂട്ട് സ്റ്റോക്കിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ മാവും തൈ നമ്മൾ കട്ട് ചെയ്യുവാണ് ഇങ്ങനെ. അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു ആപ്പ് രൂപത്തിൽ നമ്മളിത് പൊളിക്കുകയാണ്. അതിനുശേഷം ഈ മാവ് മൂവാണ്ട മാവിൻ്റെ കമ്പാണ് ഇത്. നമ്മൾ 2 സൈഡും ചെത്തി ഇതിൻ്റെ ഉള്ളിൽ ആകാൻ പാകത്തിന് നമ്മൾ ചെത്തിയെടുത്തു. എന്നിട്ട് നമ്മൾ ഈ ആപ്പ് രൂപത്തിലുള്ള ഇതിലേക്ക് നമ്മളിത് വച്ച് കൊടുക്കുകയാണ്. കണ്ടോ, ഇതിപ്പോൾ അതിൽ സെറ്റായിട്ടിരുന്നു. അത് ഇനി നമ്മൾ എന്നിട്ട് ഈ ടൂയിൻ കൊണ്ട് ടൈറ്റ് ചെയ്ത് കെട്ടുകയാണ്. ഏകദേശം ഒരു 2 മാസം ഒക്കെ ആകുമ്പോഴേക്കും ഈ തൈയിൽ നമ്മുടെ മുകുളം വന്ന് റെഡിയാകും. അതിനുശേഷം ഒരു 4 മാസത്തോളം ആകുമ്പോഴേക്കും നമ്മൾക്ക് ആ മാവിൻ്റെ ഗ്രാഫ്റ്റ് തൈ നമുക്ക് സെയിലിന് റെഡിയാകുമെന്നാണ്. നമ്മുടെ നേരങ്ങളും ജില്ലാ കൃഷി ഫാമിൽ അത്യുൽപാദന ശേഷിയുള്ള നല്ല ഇനം വിവിധ വെറൈറ്റികളായ കൊളംബ്, അൽഫോൺസ എന്നീ തുടങ്ങിയ മൂവാണ്ടൻ തുടങ്ങിയ മാവിൻ തൈകൾ നമുക്ക് വിപണനത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു സിപ്പപ്പ്, ഇത് സിപ്പപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. സിപ്പപ്പ് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ഇതിനെ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ കമ്പിന് എപ്പോഴും ഒരു കൂളിങ് കിട്ടുകയും ചെയ്യും. ഏകദേശം ഈ കമ്പിൽ മുകുളം പയ്യെ വന്നു തുടങ്ങി റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ അത് സിപ്പപ്പ് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ തൈ ഏകദേശം ഒരു 2 മാസമായ നമ്മുടെ മുകുളം വന്നേക്കണ റെഡി ആയിക്കണ തൈയാണ്. ഏകദേശം ഒരു 4-5 മാസം ആകുമ്പോൾ നമുക്കിത് വിപണനത്തിന് റെഡിയായ മാവ് തൈയാണ്. ഇതും മൂവാണ്ടൻ തന്നെ മാവ് ഗ്രാഫ്റ്റ് തൈയാണ്.